ഇന്ന് രാവിലെ എണീച്ചിട്ട് എല്ലാ ന്യൂസ് ചാനലും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത ടൈമിൽ ഇനി ജനഗണമന മൂവിയിലെ നമ്മുടെ പൃഥ്വിരാജ് ചോദിച്ച ഒരു ചോദ്യമാണ് ഫസ്റ്റ് മൈൻഡിൽ വന്നത്. സത്യം പറയാനാണോ മീഡിയ, അതോ മീഡിയ പറയുന്നതാണോ സത്യം? അതായത് എന്താണ് സത്യം? മീഡിയ പറയുന്നതാണോ സത്യം? സത്യം പറയാനാണോ മീഡിയ? ഒരു ഭയങ്കരമായ കൺഫ്യൂഷൻ എൻ്റെ തലയിൽ വന്നത്. ആ കൺഫ്യൂഷൻ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭയങ്കര ഫയറായിട്ട് ചർച്ച ചെയ്ത എല്ലാ ചാനലുകളും 24/7 എല്ലാ ചാനലുകളും ഒരൊറ്റ കുട്ടി മിസ്സിങ് ആയ കേസിൻ്റെ പിന്നാലെ ഓടുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് അവിടെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞാലായി. AMMA അസോസിയേഷനിലുള്ള നടന്മാരും നടിമാരും അവർക്കൊരു ക്ലിയർ കട്ട് സ്റ്റാൻഡ് ഉണ്ട്. അവരിതിനെ കുറിച്ചിട്ട് ഒന്നും മിണ്ടില്ല. അവരുടെ ഒരു ഷോ, അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോകുന്നു. ഇവിടെ അവിടെ ചെല്ലുന്ന മീഡിയക്കാരോട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ അവർ എൻ്റർടൈനിങ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ മീഡിയാസ് അവിടെ പോയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, തിരിച്ചു വരുന്നു. അവിടെയാണ് എൻ്റെ ഈ ഡൗട്ട് അടിച്ചത്. അതായത് 2 ദിവസം ഓക്കെ 2 ദിവസം ഇത് ചർച്ചയായിട്ടുണ്ട്. ഇന്ന് 3-ാമത്തെ ദിവസം ഇത് ചർച്ചയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്താ വിഷയം എന്നറിയോ? നമ്മൾ പൊതുജനം, നമുക്കിവിടെ ഒരു മറ്റേ പരിപാടിയൊന്നുമില്ല. ഇത് #, ബോയ്ക്കോട്ട് ബോളിവുഡ്, മോളിവുഡ്, ടോളിവുഡ് അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ടല്ലോ. ഇതിപ്പോൾ നോർത്തിലാണ്. ഇപ്പോൾ ഇത് ബോളിവുഡിലോ ടോളിവുഡിലോ ഒക്കെയാണ്. ഇപ്പോൾ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിരുന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഒന്നിച്ച് ബോയ്ക്കോട്ട് ബോളിവുഡ് അങ്ങനെ ഒരു സാധനം ഇറക്കി വിടും. ഏത് തിയേറ്ററിൽ ആൾ കയറില്ല. തിയേറ്ററിൽ ആൾ കയറിയില്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിക്ക് പണിയാണ്. നടന്മാർക്കും നടിമാർക്കും പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും പണിയാണ്. അത് സർക്കാരിനും പണിയാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ ഇത് 2-3 ദിവസം എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും. ന്യൂസ് ചാനലുകൾ എന്ന് ചർച്ച നിർത്തുന്നോ അന്ന് നാട്ടുകാരും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറക്കും. തിയേറ്റർ ഒന്നും ഒരു വിഷയമല്ല. ഇവിടെ ഒരു ബോയ്ക്കോട്ട് എന്താ പറയുക മോളിവുഡ് എന്ന് പറഞ്ഞ സംഗതി വരില്ല. നാട്ടുകാരൊന്നും അത് ചെയ്യാനൊന്നും പോകുന്നില്ല. 2 ദിവസം പറഞ്ഞിട്ട് വിട്ടുപോകണേ. അത് ന്യൂസ് ചാനലുകൾ വിട്ടാൽ നാട്ടുകാരും വിടും. ആ ഒരു കൈൻഡ് ഓഫ് സാധനം അറിയുന്നത് കൊണ്ടാണോ എന്നറിയില്ല. എന്താണെങ്കിലും ചാനലുകളിൽ നല്ല പ്രകടമായ മാറ്റം കാണാനുണ്ട്. ഞാൻ ഇവിടുത്തെ എല്ലാ ചാനലുകളും എടുത്ത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 24 ന്യൂസാണ്. 24 ന്യൂസിൽ ഇന്നലെ രാത്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുവരെയുള്ളതിൽ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അവിടെയോ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് പറയുന്നത്. ബാക്കി അല്ലാത്തതൊക്കെ കുട്ടി മിസ്സിങ് ആയ 13 വയസ്സുള്ള കുട്ടി മിസ്സിങ് ആയ സംഭവത്തിനെ കുറിച്ചിട്ടാണ് മൊത്തം ന്യൂസും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഏഷ്യാനെറ്റിലും, ഇത് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടറിലും, ഇത് തന്നെയാണ് മനോരമയിലും, ഇത് തന്നെയാണ് മീഡിയ വണ്ണിലും, ഇത് തന്നെയാണ് ജനത്തിലും, മാതൃഭൂമിയിലും ഒക്കെ. ഇവിടുത്തെ 24/7 ചാനലുകളിലൊക്കെ കൈരളിയിലൊക്കെ ഇത് തന്നെ. മൊത്തത്തിൽ ഈ കുട്ടി മിസ്സിങ് ആയതിനെ കുറിച്ചിട്ടാണ് ന്യൂസ് 18 ഒക്കെ എല്ലാവരും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇതെന്തോ ഈ കൈൻഡ് ഓഫ് ട്രെൻഡാണോ, അതോ ഈ പറഞ്ഞിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച വേണ്ട എന്ന് തീരുമാനിച്ചു? ഇവിടെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കുള്ള അനുഭവങ്ങൾ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇതിൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒരുപാട്. അപ്പോൾ 2 ദിവസത്തെ അന്തി ചർച്ച കൊണ്ട് എല്ലാം ചോദിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടാന്നോ, അതോ ഇനിയിപ്പോൾ ഈ സിനിമാ മേഖല ഈ ചാനലുകളോടൊന്നും സഹകരിക്കില്ല, ബൈറ്റ് തരില്ല, ചർച്ചകൾ വേണ്ട, സർക്കാരും എന്ത് പറയും, ഇനി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിർത്തുമോ എന്നുള്ളതോ അതൊന്നൊരു പിടുത്തമില്ല. എന്താണെങ്കിലും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താണ് ഇങ്ങനെ ഒരു ഫിഷിനെസ് തോന്നി ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു വെച്ച. എല്ലാ ചാനലും നോക്കുമ്പോൾ എല്ലാത്തിലും ഒരുപോലെ ഇരിക്കുന്നത്. ഞാൻ ബൈ ദ വേ ഞാനിത് ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് ഒരു 10 മണിക്കുള്ളിലാണ്. ഇപ്പോൾ സമയം ഒരു നിങ്ങൾ വീഡിയോ കാണുമ്പോൾ 3-3:15 ആയി കാണും ചിലപ്പോൾ. ഞാനത് 3 മണിക്കാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോഴും ഏറെക്കുറെ ഈ കുട്ടി മിസ്സിങ് ആയ കേസിനെ കുറിച്ചിട്ടാവും അവിടുത്തെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബൈ ദ വേ കുട്ടി മിസ്സിങ് ആയ കേസിലേക്ക് വരുമ്പോൾ തസ്മിത് എന്ന് പറഞ്ഞ കുട്ടിയാണ് മിസ്സിങ് ആയത്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു 27 മണിക്കൂറായി കാണും ആ കുട്ടിയെ മിസ്സിങ് ആയിട്ട്. 13-കാരിയാണ്. തെരച്ചിൽ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. അതോ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇനി കിട്ടിയോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ വീഡിയോ എടുക്കുന്നത് വരെ ഇന്ന് 2:20 വരെ ഈ കുട്ടി എന്തായാലും കിട്ടിയിട്ടില്ല. ഭയങ്കരമായ തെരച്ചിലും കാര്യങ്ങളൊക്കെ കേരള പോലീസ് നടത്തുന്നുണ്ട്. ഒരു അതിഥി തൊഴിലാളിയുടെ മകളാണ്. ആ കേസിൻ്റെ കാര്യം കൂടി കുറച്ചാണ് പറയാം. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് സംഭവം. അസം സ്വദേശികളായ ദമ്പതികളുടെ 13 വയസ്സുള്ള തസ്മീത് വീഗത്തിനെയാണ് കാണാതാകുന്നത്. 3 മാസം മുമ്പാണ്
രണ്ട് സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒപ്പം തസ്മീം ബീഗം ഇവിടേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ മാതാപിതാക്കളുമായി ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. അതിന്റെ പേരിൽ മനം തോന്നാണ് തസ്മീം ബീഗം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് സഹോദരങ്ങൾ നൽകുന്ന മൊഴി. നിലവിൽ അന്വേഷണം നടന്നു വരികയാണ്. പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷനുകളും പരിസരങ്ങളിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ ഇവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അമ്മയോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഴക്കുണ്ടായതിനെ തുടർന്ന്, അതായത് സഹോദരങ്ങളുമായി വഴക്ക് കൂടിയതിനെ ചൊല്ലി അമ്മ കുട്ടിയെ വഴക്ക് പറഞ്ഞിരുന്നു. ഇതിൽ മനം നൊന്താണ് കുട്ടി ഒരു ബാഗിൽ വസ്ത്രങ്ങളും ഒക്കെ എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതായി കുട്ടികളുടെ സഹോദരങ്ങൾ പറയുന്നു. ഈ മാതാപിതാക്കൾ രണ്ടുപേരും രാവിലെ വീട്ടിൽ നിന്ന് സ്ഥിരം ജോലിക്ക് പോകുന്നവരാണ്. അപ്പം പതിവ് പോലെ അവർ ഇന്നും രാവിലെ ജോലിക്ക് പോയി. ആ സമയത്താണ് ഈ കുട്ടി ബാഗും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ ആ സമയം വീട്ടിലുണ്ടായിരുന്ന 2 സഹോദരങ്ങൾക്കും ഈ വിവരം മാതാപിതാക്കളെ മറ്റാരെയും അറിയിക്കാനുള്ള യാതൊരു സംവിധാനങ്ങളും വീട്ടിലുണ്ടായിരുന്നില്ല. ഇതിൽ ഭയാനകമായ കാര്യം എന്ന് പറയുന്നത് രാവിലെ 10 മണിക്ക് തന്നെ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി മാതാപിതാക്കൾ തിരിച്ച് വീട്ടിലെത്തിയ സമയത്താണ് ബാക്കിയുള്ള 2 സഹോദരങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി മാതാപിതാക്കളോട് പറഞ്ഞത്. അപ്പോൾ തന്നെ മാതാപിതാക്കൾ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിരുന്നു. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് മറ്റ് പോലീസ് സ്റ്റേഷനുകൾക്കും വിവരം കൈമാറിയിരുന്നു. വേറൊരു കാര്യം, ഇവിടെ തൊട്ടടുത്താണ് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അതൊരു കുഞ്ഞു റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും അവിടെയുള്ള CCTV ദൃശ്യങ്ങളും ഈ പരിസരങ്ങളിലുള്ള മറ്റ് CCTV ദൃശ്യങ്ങളും ഒക്കെ പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. പക്ഷെ ഒരു വിവരവും കുട്ടിയെ സംബന്ധിച്ച് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ വന്ന ന്യൂസ്. 13-കാരിയായ കുട്ടി കഴക്കൂട്ടത്ത് അതിഥി തൊഴിലാളിയുടെ മകളാണ്. അമ്മ രണ്ടാനമ്മ എന്നൊക്കെ ഉള്ളൊരു കാര്യമൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ ആ അമ്മ പറയുന്നുണ്ട് ഞാൻ രണ്ടാനമ്മയൊന്നും അല്ല, 3 കുട്ടികളാണെന്ന് പറഞ്ഞു. പിന്നെ അത് 4 കുട്ടികളാണെന്ന് അറിയുന്നു. 19 വയസ്സുകാരനായിട്ടുള്ള ഒരു ആൺകുട്ടിയുണ്ട്. ആ ആൺകുട്ടി ബാംഗ്ലൂരിൽ ആണ് ഏതൊരു ഹോട്ടലിൽ ജോലി ചെയ്യാൻ എന്തോ ആണെന്ന് പറയുന്നു. അപ്പം എന്താണെങ്കിലും ഈ ഒരു ന്യൂസിൻ്റെ പിന്നാലെയായി പിന്നെ കംപ്ലീറ്റ് ചാനലുകളും ഈ ഒരു ന്യൂസിൻ്റെ പിന്നാലെ ഓടി തുടങ്ങി. ഇതിൻ്റെ വേറൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി രാവിലെ ട്രെയിനിൽ രാവിലെ മീൻസ് വൈകിട്ട് ട്രെയിനിൽ കയറി പോകുന്നത് കണ്ടവരുണ്ട്. അതിലൊരു ലേഡി ഇത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 10-11 മണിക്ക് ട്രെയിനിൽ കയറിയ കുട്ടിയാണ്. ഈ കുട്ടി ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നത് കണ്ട ഒരു ലേഡി എന്ത് ചെയ്തു, ഫോട്ടോ എടുത്തു വെച്ചു. CCTV വിഷ്വൽസൊക്കെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫോട്ടോ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോ ആണ് കിട്ടിയിട്ടുള്ളത്. ആ കുട്ടി ഇരുന്ന് കരയുന്നത് കണ്ടതുകൊണ്ട് ബബിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ഫോട്ടോ എടുത്തു എന്നാണ് ആ ലേഡി പറയുന്നത്. അതും കൂടി ഞാൻ അവിടെ വയ്ക്കാം. ഉച്ചയ്ക്ക് 1 മണിക്ക് ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ ഈ പെൺകുട്ടി യാത്ര ചെയ്തതായുള്ള വിവരം വരുന്നുണ്ട്. തമ്പാനൂരിൽ നിന്ന് ട്രെയിൻ കയറിയതായുള്ള വിവരം ഇപ്പോൾ എൻ്റെ ഫോണിൽ ഷിജു പങ്കുവയ്ക്കുന്നത് ഒരു ഫോട്ടോയാണ്. ട്രെയിനിൽ ഈ പെൺകുട്ടി യാത്ര ചെയ്യുന്ന ഫോട്ടോ. അതായത് വീട്ടുകാർക്കാണ് ഇങ്ങനെ ഒരു ഫോട്ടോ അയച്ച് കിട്ടിയിട്ടുള്ളത്. നമ്മൾ CCTVയിൽ കണ്ട അതേ ഡ്രസ് ഇട്ട ഒരു പെൺകുട്ടി, ക്രീം കളർ, ഇതൊരു ഫ്രോക്കാണെന്നാണ് മനസ്സിലാക്കുന്നത്. മുകളിൽ ക്രീം കളറും താഴേക്ക് ഏതാണ്ട് ഒരു ചുവപ്പ് കളറുമുള്ള ഒരു ഡ്രസ്സ് ധരിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടി. അത് പകൽ സമയത്ത് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ഞങ്ങള് തമ്പാനൂരിൽ നിന്ന് ട്രെയിന് കയറി നെയ്ത്തിങ്കരിയിൽ ഞാൻ ഇറങ്ങി. അപ്പൊ ഇതിന്റെ ഇടയിൽ കുട്ടി ഇരിക്കുന്ന ട്രെയിൻ ഇരിക്കുന്ന കണ്ടു, കരയുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പൊ എനിക്ക് എന്തോ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാമെന്ന് തോന്നി, അങ്ങനെ വെച്ചിരുന്നാണ്. വേഷധാരണം കണ്ടപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് പോലെ തോന്നി, അങ്ങനെ എടുത്തതാണ്. ബബിതയും തമ്പാനൂരിൽ നിന്ന് തന്നെയാണോ ട്രെയിനിൽ കയറിയത്? അപ്പം ഞാനും ട്രെയിനിൽ, പക്ഷെ സ്റ്റേഷനിൽ വെച്ച് കുട്ടിയെ കണ്ടില്ല, ട്രെയിനിനകത്ത് ഇരിക്കുന്നതായിട്ടേ കണ്ടോളൂ. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇപ്പോൾ സ്ക്രീനിലെ. അപ്പോൾ പെൺകുട്ടി അടുത്തൊന്നും ആരും ഇല്ല, കുട്ടി ഇങ്ങനെ വളരെ ഒരു നിസ്സഹായാവസ്ഥയോടെ നോക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. കരയുന്നുണ്ടായിരുന്നു, പക്ഷെ ധൈര്യം ഉണ്ടായിരുന്നു. അവളെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ട്രെയിൻ ഇതിന് മുന്നേ ശീലിച്ചിട്ടുണ്ട്, സ്ഥിരം വന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ വസ്ത്രധാരണം മാത്രം പെട്ടെന്നെന്തോ ഇറങ്ങി വന്നതുപോലെ തോന്നിയതേ ഉള്ളൂ. അല്ല, നല്ല ധൈര്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോ എടുത്തപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചതുപോലെ തോന്നി ഞാൻ. അതുകൊണ്ട് പിന്നെ ഫോണ് മാറ്റി. ഞാൻ കരുതിയില്ല ഇങ്ങനത്തെ ഒരു കുട്ടിയായിരിക്കും, സ്ഥിരം പോയി വരാറുള്ള ഒരു കുട്ടി എന്നാണ് ആദ്യം കരുതിയത്. അതെ, സാധാരണ ഇപ്പൊ നമ്മൾ കോളേജിലേക്ക് സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ ബാഗുമായിട്ടൊക്കെ കുട്ടികൾ പോകുന്ന സാധാരണ ട്രെയിനിലിരിക്കുന്ന പതിവാണ്. അപ്പോൾ ഈ കരഞ്ഞു എന്നുള്ളതാണല്ലേ ബബിതയ്ക്ക് ഒരു സംശയം ഉണ്ടാക്കിയത്? കരഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഞാൻ കരുതി എനിക്കങ്ങനെ തോന്നി, ചിലപ്പോ വീട്ടിൽ നിന്നെല്ലാം പിണങ്ങി വന്നതായിരിക്കുമോ, അറിയാന്ന് പറഞ്ഞെങ്കിലും വീട്ടിൽ പോകുന്നതായിരിക്കും, അങ്ങനെയാണ് എടുത്തത്. എനിക്കറിയത്തില്ല. ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിലാണ് ഈ കുട്ടിയെ കണ്ടത് എന്ന് പറയുന്നുണ്ട് ബബിത എന്ന് പറഞ്ഞ ലേഡി. ആൻഡ് ഇവർ ഈ പാരൻസിൻ്റെ ഫോണിലേക്ക് ഈ ഫോട്ടോ അയച്ചിട്ട് അത് മീഡിയക്ക് കിട്ടി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം
ഈ ലേഡി പറയുന്നു കരയുന്നത് കണ്ടപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു എന്നാണ് പറയുന്നത്. കരയുന്നത് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കൽ മാത്രമല്ല, TTRനോടോ അല്ലെങ്കിൽ അവർ ഇറങ്ങുന്ന സ്റ്റേഷനിലോ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുട്ടി ഇരുന്ന് കരയുന്നു എന്താണെന്നുള്ളത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ബെറ്റർ. പക്ഷെ എനിക്ക് എന്തോ ഇതിനകത്ത് നോർമലി എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതാണ്, ഞാൻ വീഡിയോയിൽ പറയാറില്ല. പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു കേസ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് മീഡിയ കാണിക്കുന്നു, ഭയങ്കരമായിട്ട് മീഡിയ ഓടുന്നു ഇതിൻ്റെ പിന്നാലെ. ലൈക്ക് എനിക്ക് എന്തോ ഇതൊന്ന് പറഞ്ഞു കേൾപ്പിച്ച പോലെ, വെരി സോറി ടു സേ ദിസ്, എന്തോ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആരോടിപ്പോൾ ലൈക്ക് ഒരാളോട് ഇപ്പോൾ ഞാൻ ഒരു വൈൽഡ് സാധനം പറയുകയാണ്, ഇതിന് വന്ന് തെറി വിളിച്ചാലും ഐ ഡോണ്ട് ലൈക്ക്, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു മേജർ ഇഷ്യൂ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് മീഡിയയിൽ മൊത്തം. അപ്പോൾ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു മിസ്സിങ് കേസ്, ആ മിസ്സിങ് കേസിൻ്റെ പിന്നാലെ ഫുള്ള് മീഡിയ ആണ് ഓടും. പിന്നെ മൊത്തം ചർച്ച അതായിരിക്കും. പിന്നെ അങ്ങനെ ആരും നമ്മൾ കണ്ടില്ല, അബിഗൽ സാറൊക്കെ മിസ്സിങ് ആയ ടൈമിൽ കേരളം മൊത്തം കുട്ടി എവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ തന്നെ സോഷ്യൽ മീഡിയയും ബാക്കിയുള്ളവരൊക്കെ മീഡിയാസും നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഒരു കുട്ടി മിസ്സിങ് ആവുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് പിന്നെ മീഡിയ അതിൻ്റെ പിന്നാലെ പോയി കണ്ടിന്യൂസ് മീഡിയ ആ വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ആളുകളുടെ മൈൻഡിൽ നിന്ന് ഈ കമ്മിറ്റിയും റിപ്പോർട്ടും കാര്യങ്ങളും കാഫിറും മുല്ലപ്പെരിയാറും ഒക്കെ ആണ് പോകുമല്ലോ. പിന്നെ ഫ്രഷ് ആയിട്ട് അടുത്തൊരു സാധനം പിടിച്ചു, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്താണെങ്കിലും എനിക്ക് ഒരുപാട് സംശയമുണ്ട് ഈ ഒരു മിസ്സിങ് കേസിനകത്ത്. ഓക്കെ, പിന്നെ ഈ 4 കുട്ടികളുള്ള ഈ അതിഥി തൊഴിലാളി ഫാമിലിയിൽ ഒരു പയ്യൻ ബാംഗ്ലൂർ ഉണ്ടെന്ന് പറയുമ്പോൾ പോലീസുകാർ എന്നിട്ട് കന്യാകുമാരി പോയതെന്ന് ചോദിച്ചു. ഈ കുട്ടിക്ക് മാറി ട്രെയിൻ കയറാം, ബാംഗ്ലൂർ കന്യാകുമാരി എന്ന് പറയുമ്പോൾ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും ഇത് ബാംഗ്ലൂരിലെത്തും, ബാംഗ്ലൂർ പോകാമെന്ന് വിചാരിച്ചിട്ട്. കന്യാകുമാരി പോയി പോലീസ് തപ്പിയ സമയത്ത് അവിടെ ആരൊക്കെയോ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓട്ടോറിക്ഷക്കാരൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വീണ്ടും മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എഗെയിൻ പറയുന്നു ഈ ബാംഗ്ലൂരിലേക്ക് പോവാണ്. ഓക്കെ, ഈ ബ്രദർ ബാംഗ്ലൂരാന്നുള്ളത് അവർ ഈ ബ്രദറിനെ വിളിച്ച് കിട്ടി. ഈ 19 വയസ്സുകാരൻ വിളിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു അവൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഈ പെൺകുട്ടി ബാംഗ്ലൂരിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ? ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈ കുട്ടി പോകുന്നത്, കുട്ടിയുടെ കയ്യിൽ 50 രൂപയേ ഉള്ളൂ, കുട്ടി ഫസ്റ്റ് ടൈമാണ് വീട് വിട്ട് പുറത്ത് പോകുന്നത്, ഇത്ര യാത്ര ചെയ്തിട്ടില്ലാത്തൊരു കുട്ടിയാണ്. പക്ഷേ ഈ ലേഡി ബബിത പറയുന്നത് വളരെ ബോൾഡായിട്ട്, വളരെ എന്താ പറയുക, കുട്ടി വളരെ ഓക്കെ ആയിട്ടിരിക്കുന്നു എന്ന് അവർ പറയുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഫോട്ടോ വരുന്നു. ഇപ്പോൾ റാൻഡം ക്ലിക്സ് നമ്മൾ എടുക്കുമോ എനിക്കറിയില്ല, നമ്മൾ ഇങ്ങനെ ചുമ്മാ ഒരു സ്ട്രേഞ്ചറെ കണ്ടു കഴിഞ്ഞാൽ റാൻഡം ക്ലിക്ക് എടുക്കുമോ എന്നുള്ളത്. പിന്നെ അത്രയും കരച്ചിൽ അല്ലെങ്കിൽ അത്രയും കരച്ചിൽ കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്തുള്ള ഇപ്പോൾ ഒരു ബസ്സിലാണെങ്കിൽ കണ്ടക്ടറോടോ ഡ്രൈവറോടോ പറയും, ട്രെയിനിലാണെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവിടെ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾ TTR കണ്ടു കഴിഞ്ഞാൽ അയാളോട് പറയാം. അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പോലീസുകാർ കാണും അടുത്ത സ്റ്റേഷൻ്റെ അകത്ത്. ബട്ട് ഇതിവിടെ അതൊന്നും സംഭവിച്ചില്ല, അതും ഉണ്ടായില്ല. പോലീസും മീഡിയ ഒക്കെ ഇതിൻ്റെ പിന്നാലെ ഓടുന്നു. എനിക്ക് എവിടെ ഒന്ന് കവറപ്പ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയോ എന്നൊരു സംശയമുള്ളത് കൊണ്ടാട്ടോ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ. ഇനി പാർവതി തിരുവോത്ത്, പാർവതിയുടെ ഒരു സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പാർവതിയുടെ സ്റ്റോറി പാർവതി ഇട്ടിട്ടുള്ളത് നിബിൻ നിരവത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്. അപ്പോൾ നിബിൻ്റെ ഒരു വീഡിയോക്ക് അവർ റെസ്പോണ്ട് ചെയ്തതാണ്. ഓക്കെ, നിബിൻ്റെ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് അതിനകത്ത് പറയുന്നത്. അതിലൊരു പോർഷനാണ് എന്താ പറയുക, നിബിൻ പറഞ്ഞതിൽ എനിക്കും അതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓക്കെ, ഈവൻ പാർവതി ആ ഒരു സംഗതി തന്നെയാണ് എടുത്ത് റെസ്പോണ്ട് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. തൊഴിലിടത്ത് അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്ത് നോ പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഒരു സിനിമാ സെറ്റിൽ മോശം അനുഭവം ഉണ്ടാകുമ്പോൾ നിലപാടുകൾ കടുപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോൾ അവസരങ്ങൾ നഷ്ടമാകുമായിരിക്കും. ആത്മാഭിമാനവും ഉറച്ച നിലപാടും ഉണ്ടെങ്കിൽ, ഈ തൊഴിൽ എനിക്ക് ചേർന്നതല്ല എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ഉപേക്ഷിച്ച് പോകാൻ ആർജവം ഉണ്ടാവാത്തതല്ലേ പ്രശ്നം? എല്ലാം നടന്നു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ടോ വിലപിച്ചിട്ടോ കാര്യമില്ല, ഫൈറ്റ് ചെയ്യണം. അതിന് ഇത്തരം റിപ്പോർട്ടുകൾ ഉപകരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നോ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ വീഡിയോനകത്ത്, നോ പറയാനും പറ്റണം, നോ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റണം. ഇവിടെ ഇപ്പോൾ നിബിൻ പറഞ്ഞൊരു കാര്യം, നോ പറയാൻ പറ്റാത്തതല്ലേ പ്രശ്നം. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാനോ നിങ്ങളാരെങ്കിലും മോശമായിട്ട് യൂസ് ചെയ്യാനോ നിങ്ങളെ കമ്പൽ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ നോ പറയണം. നോ പറഞ്ഞാലും അപ്പുറത്തുള്ള വ്യക്തി അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല, ആ നോക്കൊരു വാല്യൂ കൊടുക്കുന്നില്ല, ആ നോ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നോ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമോ? പിന്നെ അവർ പറയുന്നു ഈ മേഖല ഇല്ലെങ്കിൽ ഇട്ടിട്ട് പോകണം എന്നുള്ള രീതിയിലാണ് നിബിൻ സംസാരിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ
പ്രശ്നക്കാരുണ്ടെങ്കിൽ പ്രശ്നക്കാരെ പോയിന്റ് ഔട്ട് ചെയ്ത് അവരെ സൊസൈറ്റി ചവിട്ടി പുറത്താക്കുക എന്നല്ലാതെ ആ മേഖല ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു വ്യക്തിയോട് ഈ മേഖലയിൽ പ്രശ്നക്കാരുണ്ടേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ ഈ മേഖലയിൽ ഇട്ടിട്ട് പോ എന്ന് പറയുന്നതാണോ നമ്മൾ ചെയ്യേണ്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ പ്രശ്നക്കാരുണ്ടെങ്കിൽ അവരെ ചവിട്ടി പുറത്താക്കണം. അല്ലാതെ നമ്മൾ എന്തിനാണ് ഇട്ടിട്ട് പോകേണ്ട ആവശ്യം? എനിക്ക് ആ മേഖലയാണ് ഇഷ്ടം, എനിക്ക് അങ്ങനെ ആ രീതിയിൽ ആ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അത്, ഡാൻസ് കളിക്കുകയാണെങ്കിൽ അത്, അഭിനയിക്കുകയാണെങ്കിൽ അത്, ഇല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സ്വൈരമായിട്ട് സ്വസ്ഥമായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ല വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മളെ സ്വൈരതയും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ ആക്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്യലോ വേണ്ട, അതാണ് ശരിക്കും ചെയ്യേണ്ടത്. സോ അവിടെയാണ് പാർവതി ഈ ഒരു സ്റ്റോറി ഇട്ടുള്ളത്. ദിസ് നോ പറഞ്ഞാൽ പോരെ, team member has said things that one again underline. This no paranya pore. Team member has said things that once again underline what's wrong with your society. The ones of us being abused and exploited is still on us, it seems. Oh, why didn't you just say no? Oh, that's right. We say no and then I'm sure men will behave right. Oh, why don't you then look for another job? Why the hell should I look for another job when it's my right to be an artist, and just because men can't fathom the idea of consent and workplace behavior, I should go elsewhere. ഞാൻ എന്തിനു വേറെ സ്ഥലങ്ങളിൽ പോകണം? ഞാൻ നോ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് റെസ്പെക്റ്റ് ചെയ്യാനും വർക്ക് പ്ലേസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും ഒന്നും അറിയാത്ത, ഒരു കൺസെൻറ്റ് എന്നാന്ന് പോലും അറിയാത്ത, അതിനെക്കുറിച്ച് ഒരു രീതിയിലും തിങ്ക് ചെയ്യാത്ത ആളുകളുള്ള സ്ഥലം ഞാൻ എന്തിനിട്ടിട്ട് പോകണം? എനിക്ക് അവിടെ ജോലി ചെയ്യാം. ഞാൻ നോ പറഞ്ഞാലോ ആ നോക്കിയാലും വാല്യൂ കൊടുക്കാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അല്ലേ പിടിച്ച് പുറത്താക്കണ്ടേ? ദ സെയിം തിങ് ഞാൻ പറഞ്ഞതിനെ അവർ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ അവർ സ്റ്റോറി ആയിട്ടുണ്ടായിരുന്നു. അവരുടെ സ്റ്റോറി തന്നെ ഞാൻ വേറൊരു കാര്യവും ശ്രദ്ധിച്ചു, പാർവതി തിരുവോത്തിൻ്റെ. ഓക്കെ, അത് ഓൾസോ ദ പീപ്പിൾ ലൈക്ക് ഹിം ഹു ആർ സോ ആൻഡ് സാഡ്, നോ നെയിംസ് ഹാവ് കം ഔട്ട്. ലോൾ, വാട്ട് ഡിഡ് യു ഓൾ ഡു വെൻ ദ നെയിംസ് ഡിഡ് കം ഔട്ട് ഇൻ ദ ലാസ്റ്റ്? You got the survivor justice they deserve? No, right? You don't worry your ill brain about the benefits of the report. We got this. We got here so far without you. So you go back to your little Stone Age cave where you can be sad that no big names have been dropped to satisfy your sick voyeuristic itches. So go off, you don't get the basic point of an investigative report like this anyways. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടാണോ ശരിക്കും വന്നേ, അതോ ഒരു സ്റ്റഡിയാണോ നടന്നത്? ഇത് പാർവതിയുടെ പാർവതി പറഞ്ഞ കുറേ കാര്യങ്ങളോട് ഓക്കെയാണ്. ഓക്കെ, അതായത് പേരുകൾ വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പോയി, പേരുകൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യം. ഓക്കെ, ഫെയർ ഇനഫ്. പക്ഷെ അവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, സൊസൈറ്റിയുടെ മുന്നിൽ ഇവരുടെ പേരുകൾ വന്നാൽ സൊസൈറ്റി ഒരിക്കലും ഈ പേരുകളെ എന്താ പറയുക അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സിനിമാക്കാരെ അകത്ത് ഇങ്ങനെ ഒരു 15 അംഗ ഗ്യാങ് ഉണ്ട്, വാതിലിൽ പോയി മുട്ടിയിട്ട് ഓടുന്നവരുണ്ട്. ഇവരുടെയൊക്കെ പിൻ പോയിന്റ് ചെയ്ത് ഇവരാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സിനിമകൾ നാളെ ജനം തിയേറ്ററിൽ കാണാത്തൊരു സിറ്റുവേഷൻ വരും. അത് മലയാളികൾ ചെയ്യും. നമ്മൾ തന്നെ ഒരു പ്രമുഖ നടൻ്റെ കേസിൽ കണ്ടതാണ് എങ്ങനെയാണ് ഡ്രോപ്പായ ഗ്രാഫ് എന്നുള്ളത്. അത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ഈ വൈകൃതമുള്ള ഒരു വ്യക്തിയുടെ പേര്, അതൊരു നടനാവാം, ടെക്നീഷ്യനാവാം, ആരും ആവാം, പിന്നെ അയാളുടെ സിനിമകൾക്ക് വാല്യൂ ജനങ്ങൾ കൊടുക്കില്ല. അയാൾ ഇനി തലകുത്തി പറഞ്ഞാലും അയാളുടെ സിനിമകൾക്ക് ജനങ്ങൾ വാല്യൂ കൊടുക്കും. ഇനി എത്ര സൂപ്പർ സ്റ്റാർ ആയാലും എത്ര മെഗാ സ്റ്റാർ ആയാലും പിന്നെ വാല്യൂ കാണില്ല ജനങ്ങളുടെ മുന്നിൽ. അപ്പം പേര് വന്നു കഴിഞ്ഞാൽ ജനം റിയാക്ട് ചെയ്യില്ല, സൊസൈറ്റി അതിന് റിയാക്ട് ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ പാർവതിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവ് ചെയ്തവർക്ക് ജസ്റ്റിസ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ നിയമം എങ്ങനെയാണോ, ഇവിടുത്തെ നിയമപാലകർ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അനുസരിച്ചിരിക്കും.
ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട്, ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റിയാണ് ഇപ്പോൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വേറെ ആയിരുന്നു. ഈ കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇഫ് ഐ എം നോട്ട് റോങ്, കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കമ്മീഷനും കമ്മിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി നടത്തി അതിലൊരു റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അതായത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു കമ്മീഷനായിരിക്കും. ആ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണെന്നുണ്ടെങ്കിൽ അതിൽ തുടർ നടപടികളും കാര്യങ്ങളും ആക്ഷൻ ടേക്ക് കേരള അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മീഡിയയുടെ ഇത്രയും ദിവസത്തെ ഈ 2 ദിവസത്തെ ഡിസ്കഷൻ എന്ന് മനസ്സിലായത്. ഇതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആയതുകൊണ്ട് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ പോലും ഇതൊരു കമ്മിറ്റി റിപ്പോർട്ട് ആയതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ചൊരു നടപടി എടുക്കാൻ പോലീസിന് അങ്ങനെ താല്പര്യമൊന്നും കാണില്ല, ഗവൺമെൻറ്റിനും താല്പര്യം കാണില്ല. ആരെങ്കിലുമൊക്കെ ആയിട്ട് കേസായിട്ട് പോകുമ്പോൾ മാത്രം. അവിടെയാണ് ഞാൻ ആലോചിക്കുന്നത്, പിണറായി സർക്കാർ ഓക്കെ ഒരു നല്ല കാര്യം ചെയ്തു, സിനിമയ്ക്കകത്തുള്ള സ്ത്രീകളുടെ ചൂഷണം പഠിക്കാൻ ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്തു. പക്ഷേ അതിനൊരു പവറോ അതിനൊന്നും കൊടുത്തതൊന്നുമില്ല. അതിനി ഫോം ചെയ്ത സമയത്ത് ഇത് കമ്മീഷനാണോ അതോ ഇനി ഏത് വഴിക്കാണ് ഇത് കമ്മിറ്റി ആയിട്ട് മാറിയത് എന്നുള്ളത് എനിക്കൊരു പിടുത്തമല്ല. അതിന് ഇതിനായിട്ട് ബന്ധപ്പെട്ടവരൊന്ന് ഇപ്പോൾ പാർവതി തിരുവോത്തിന് വേണമെന്നുണ്ടെങ്കിൽ അതിൽ റെസ്പോണ്ട് ചെയ്യാം. ഇത് ആദ്യം ഫോം ചെയ്തപ്പോൾ കമ്മീഷനായിരുന്നോ പിന്നെ അത് കമ്മിറ്റി ആക്കിയതാണോ എന്നുള്ളത്. ഇനി കമ്മിറ്റി ആക്കിയത് കൊണ്ട്, കമ്മിറ്റി റിപ്പോർട്ടാണല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. സോ അതുകൊണ്ട് ഇത് ഒരു സ്റ്റഡി റിപ്പോർട്ടായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യൂ. ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ വാട്സാപ്പ് ചാറ്റോ വോയിസോ അവരുടെ ഫുട്ടേജുകളോ എന്ത് പ്രൂഫായിട്ട് കൊടുത്താലും ആ പ്രൂഫുകൾ അവിടെ ഇരിക്കുകയുള്ളൂ. അതെടുത്ത് വെച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു കേസ് അവൻ പോക്സോ പോലത്തെ കേസുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്തവരുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു കേസായി മാറണമെന്നുണ്ടെങ്കിൽ അൺടിൽ അൺലെസ് ഒരാളവിടെ പോയിട്ട് കേസ് കൊടുക്കണം എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെ. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് ഇതിൽ നിന്ന് ലൈക്ക് ഓക്കെ ഇവർ ഫൈറ്റ് ചെയ്തു, ഇതിന് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നു, ഇറ്റ്സ് ഗുഡ്, ഇങ്ങനെ ഒരു റിസൾട്ടെങ്കിലും വന്നല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചോദിക്കും. ഓക്കെ, സിനിമാക്കാർ അവരുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ വേറെ രീതിക്കുള്ള പൈസ എടുത്ത് കൊടുത്തതോ അല്ലല്ലോ. പൊതു ഖജനാവിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ രൂപ സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി, അതിൻ്റെ റിപ്പോർട്ടിനകത്ത് ആരാണുള്ളത് എന്നറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ പേരുകൾ പുറത്ത് വിട്ടേ പറ്റൂ എന്നുള്ളൊരവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മീഡിയ എവിടേക്കോ ഈ സാധനം ഒതുക്കാൻ നോക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. പിന്നെ ഞാൻ പറയാം, ഇവിടെ ഏറ്റവും കൂടുതൽ ചൂഷണം നേരിടുന്നത് സിനിമ സെറ്റുകളിൽ മാത്രമല്ല, ഇവിടെ നടക്കുന്ന പല ഷോകൾ, ഈ എബ്രോഡ് ഷോസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഈ ഷോകളുടെ മറവിലാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ നടക്കുന്നത്. എബ്രോഡ് ഷോ പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവരുടെയൊക്കെ തനി സ്വരൂപം പുറത്ത് ചാടി കാണുന്നത്. പിന്നെ സ്ത്രീകൾ മാത്രം എന്ന് പറയുന്നിടത്ത് ഇന്നലെ ഞാൻ കുറേ പേരോട് സംസാരിച്ചു പോകണ്ടേ, സ്ത്രീകൾ മാത്രം എന്നുള്ളടേ ആണുങ്ങൾക്കും ഇല്ലടെ ഇരിക്കപ്പുറതി എന്ന് പറയുന്നുണ്ട്. ആണുങ്ങളും നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സൈഡ്. അതിനെക്കുറിച്ച് എന്തായാലും ആരും സംസാരിക്കില്ല, പുറത്താരും പറയൂല. ഇങ്ങനത്തെ ഒരു വരില്ലടെ, ഒരു കമ്മിറ്റി ഒന്നും അന്വേഷണത്തിന് വരുമൊന്നുമില്ല, ആരും അതിന് പ്രഖ്യാപിക്കുകയൊന്നുമില്ല. ആണുങ്ങളെ പ്രശ്നമായിട്ട് ആണുങ്ങളുടെ ഇടയിൽ തന്നെ പറഞ്ഞ് അങ്ങനെ പോകും. കാരണം ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആണത്തം പോയല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കണം. എന്താണെങ്കിലും അത് ആ സൈഡ് വേറെ അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ പേരുടെയൊക്കെ പേടി എന്താണെന്ന് വെച്ചാൽ കരിയർ പോകും എന്നുള്ളൊരു പേടി കാണും. പിന്നെ അല്ലാത്ത വേറൊരു സീൻ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈബർ അറ്റാക്ക് തന്നെയാണ്. സൈബർ അറ്റാക്ക് ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ PR ടീം ഇറങ്ങി സൈബർ അറ്റാക്ക് ചെയ്ത് കളയും. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ മുഖം പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ എന്ത് കോണ്ടന്റ് വന്നാലും നിങ്ങളെ വേട്ടയാടി ഇല്ലാതാക്കും. വായ തുറന്നാൽ അങ്ങനെയൊരു പ്രശ്നമുണ്ട്. സൈബർ അറ്റാക്കിന് ഇത്ര എമൗണ്ട് കൊടുത്താൽ ഇത്ര ദിവസത്തേക്ക് ചെയ്യാന്നുള്ള PR ടീമും സെറ്റാണ്. സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പലരും പേടിക്കും. അതാണ് ഇവിടുത്തെ വിഷയം. ഞാൻ പറയുമ്പോൾ 15 പേരും അങ്ങനെ ഒരു ഗ്രൂപ്പ് പവർ ടീം, അവരെല്ലാവർക്കും എതിരെ കേസൊന്നും കൊടുക്കണ്ട. ഏതെങ്കിലും 1-2 ആളെയൊക്കെ പിടിച്ച് പേര് പറഞ്ഞ് കേസാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഒതുങ്ങും. എന്താണെങ്കിലും എനിക്ക് എവിടെയോ ഈ രാവിലെ മുതൽ ഈ കുട്ടിയെ മിസ്സിങ് ആയ കേസ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള സംസാരങ്ങൾ കുറയുന്നു. കാഫിർ പറ്റപ്പോയി, കാഫിർ ഇപ്പോൾ സീനിലേ ഇല്ല, മുല്ലപ്പെരിയാർ ഇല്ലേ ഇല്ല. എന്തൊക്കെയോ ഈ മീഡിയ പറയുന്നതാണോ സത്യം, അതോ സത്യം മാത്രം മീഡിയ പറയൂ, എന്തൊക്കെയോ ആണ്. എന്തായാലും എൻ്റെ തല പോഞ്ഞ് രാവിലെ തന്നെ. നിങ്ങളെ തല ചിലപ്പോൾ പോഞ്ഞ് കാണും ഈ വീഡിയോ കണ്ടപ്പോൾ.
ഞാൻ ഉത്തരവാദിയില്ല.